ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ? നമ്മുടെ മാരി ജോസഫിൻ്റെയും അതുപോലെ ജിജി മാരിയോൻ്റെയും ഒരു കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. ഈ ഒരു വാർത്ത ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതിനൊരു മറുപടിയായി നമ്മുടെ മാരി ജോസഫ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്വന്തം പല്ലിക്കുത്തി നാറ്റിക്കുന്ന പോലെയാണ് ഇവരുടെ കുടുംബ പ്രശ്നം എടുത്ത് പുറത്തിടുന്നതെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, കമൻസിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് അവരുടേതായ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അപ്പോൾ എന്തായാലും നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ജിജി ജോസഫ് ട്രസ്റ്റിൽ നിന്ന് ഫണ്ട് എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും പറയുന്നതൊന്നും അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു തീച്ചാത്തി എടുത്ത് ഓടിങ്ങി വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ തന്നെ ഞാൻ കുത്തി കൊല്ലുവിടാമെന്ന് ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ തെന്നി മാറിയതും എന്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വലിയ ആ പാട ഒന്ന് കാണിച്ചു കൊടുത്താ കണ്ടോ, കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ എന്റെ പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത്, മദ്യലഹരി ജിജി ഭർത്താവിനെ കുത്തി കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും, എല്ലാം തീർന്നു പോകും, അതുകൊണ്ട് നേരെ ചെയ്ത് കേസാക്കണ്ട എന്ന് പോലീസ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഇവിടെയല്ല, നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ചൊന്ന് ഇടിച്ചിട്ട് MLC കേസാക്കിക്കോളാം. ഞാൻ എൻ്റെ മക്കളെ ഓർത്തു, ഭാര്യ ഓർത്തു, ചെയ്തില്ല. മറിച്ച് ഞാൻ ചെയ്തതെന്നു പറയും, ജിജിയെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനായിട്ട് വീട്ടിൽ താമസിക്കില്ല, ആള് പിലാർമൊഴിയിലുള്ള അക്കാഡമിയിലായിരിക്കും താമസിക്കുക, ആ പ്രിമേസിൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയെ ഉപദ്രവിക്കരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു. വക്കീൽ നോട്ടീസ് വായിച്ചവർക്ക് അതറിയാം, എല്ലാവർക്കും അതറിയാം. ഇത് കൊടുത്തിട്ടും ഇപ്പൊ സംഭവിച്ചത്, കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ജിജിയോട് പറഞ്ഞു, നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശ് എടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും, നമ്മളെല്ലാം തകർന്നു പോകും, എനിക്കത് പറ്റുന്നില്ലടാ. ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുകാരെ തമാശയിൽ കളിയാക്കിയതിന് വേണ്ടി സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി തെറി കേട്ടവനാണ്. അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നടത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കംപ്ലൈന്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിൽ എന്ന് പറഞ്ഞു. കാരണം ഈ വർഷം അവർക്ക് 4 ലക്ഷം രൂപ എന്തോ ടാക്സ് കെട്ടണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവള് വൈലൻ്റായി, പേരൻസും വൈലൻ്റായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ 2 കാറിൽ ഒരു 8 പേര് അവിടെ വന്നു. പക്ഷേ പറമ്പിൽ പണിക്കാരുള്ളതുകൊണ്ട് ഭായിമാരുള്ളതുകൊണ്ട് അവർ പോകാനൊക്കെ പുറത്തുപോയി വിളിച്ചിട്ട് പോയി കഴിഞ്ഞ് ഇവർ ഇരച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിന്നിട്ട്, അത് ഗ്ലാസ് ആണ് ഡോറ്, ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല, അതിങ്ങനെ പതുക്കെ അറിയുള്ളൂ, ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജിജി ബാതിലോട്ട് ഒറ്റ ചവിട്ടി വെച്ച് ഞാൻ തെറിച്ചു വീണ്. ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഇവള് നേരെ എന്നെ കരുത്തേണ്ടെങ്കിൽ പിടിച്ചു, ഒറ്റപ്പെടുത്തും. അത് പിടിച്ചു എന്നുള്ളത് ജിജിയുടെ ഒരു അങ്കിൾ തന്നെ നിന്നോട് പറയാൻ ഇടയായിട്ടുണ്ടല്ലേ, അതൊന്നും കൊടുത്ത മൈക്ക് ജിജിയുടെ എന്നോട് മാഡത്തിന്റെ അങ്കിള് പറഞ്ഞിരുന്നു, കഴുത്തിന് ഞെക്കി പിടിച്ച് പൊക്കി മാരിയോയെ കഴുത്തിന്. ജിജിയുടെ അങ്കിൾ അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത്. അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പോൾ സ്വാഭാവികമായും മരിച്ചു പോകുന്നുള്ള പേരിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു. ഇതാണ് ഞാൻ ചെയ്തിട്ട് അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മരണപ്രാളത്തിലല്ല, അവളങ്ങ് വിട്ടു. ഞാൻ അടുത്ത ഡോറ് തുറന്നു മേളിൽ പോയി, അത് അകത്തിന് കുറ്റിയിട്ടു. പക്ഷെ ഇവള് ആ ഡോറിന് ഇടിച്ച് അത് പൊട്ടിച്ചു. എന്നിട്ട് ഇവള് 1ാം നിലയിൽ ഒരു പോത്തുവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽസിന്റെ വീട് പണി നടക്കുന്നുണ്ട്. അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയാതിരിക്കുന്ന പേരാണ്. പിന്നെ പറയാം, ഞാൻ അവിടെ 2 ആൾ തട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. തട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ പോത്തുവാറ പോയി ട്രൈബൽസിൻ്റെ അവിടെ തിരിച്ചു വരുമ്പോൾ പീലാർമൂഴി കൂടെ വന്നേ, ഇതിൽ കൂടെ കയറിയിട്ട് പോകാൻ വെച്ച് അവിടെ കയറിയ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത്. ഒരു കൊച്ചുകുട്ടി കരയണ സൗണ്ട്, ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ കയറി ചെല്ലുമ്പോൾ മാഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സിൽ അടിച്ചു ഏതാണ്ടൊക്കെ ഇതിപ്പോൾ കേൾക്കുന്ന ന്യൂസ്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. മാഡം ആ ഗ്ലാസ് ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ച എടുക്കുന്നത് കണ്ടത്. അത് കഴിഞ്ഞ ശേഷം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ
നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സും ഇട്ട് വീണ്ടും തിങ്ങടിച്ച് ഇതിനെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഓടി മാറി. കാരണം വെച്ചാൽ അവരാ വെപ്രാളവും ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. അന്ന് 100-ൽ വിളിച്ച് പോലീസിൽ ഇവരെ കൊല്ലാൻ വരുന്നു എന്ന് കംപ്ലൈന്റ് ചെയ്തത് ആദ്യം ഞാനാണ്. കാരണം ഇവർ കൊന്നു കളയുമായിരുന്നു. കാരണം ഇവർക്ക് ഇവരുടെ ഈ കള്ളത്തരം പുറത്തു പോയാൽ എന്താവും എന്നുള്ള ഭയം കൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇവരെല്ലാം എന്നോട് യുനാനിമസ്ലി പറയാറുണ്ട്, ബ്രദർ സൂക്ഷിക്കണം, ചിലപ്പോൾ ജീവൻ അപായപ്പെടുത്തും. എല്ലാവരും പറയുന്ന കാര്യമാണ്, ബ്രദർ സൂക്ഷിക്കണം, ജീവൻ വരെ അപായപ്പെടുത്തും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറി വരെ താമസിച്ചെന്ന് ഓർക്കണേ. വിഷമമുണ്ട് പറയുന്നതിൽ. ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുടിച്ചു. ഇവർക്കെല്ലാം അറിയാം. ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ഇവർ ബോട്ടിൽ കൊണ്ടുവച്ച് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയായിരുന്നു. കുറച്ചു മുമ്പ് എന്തായിരുന്നു? അയ്യോ, അവിടെ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ബോക്സ് കണക്കിനാണ് ബോട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതോ നല്ല വിദേശ മദ്യം വരെ, നല്ല സ്ട്രോങ് സാധനങ്ങളൊക്കെ അത് പത്തിക്കുട്ടിയോടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഇത്രയും ക്രൂരമായി പോകുന്നത് മദ്യം എന്ന ഒന്ന്, 2 പണം എന്ന അഹങ്കാരം, ഭയങ്കര ലാവിഷ. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോ, മോഡിഫൈ ചെയ്ത് ജീവിക്കാൻ എന്തുമാത്രം കാശ് കളയുന്നുണ്ട്. സോറി കേട്ടോ, കുറ്റം പറയുന്നതായിട്ട് എടുക്കില്ല. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എന്താണ് സംഭവിച്ചെന്ന് പറയാതെ വഴിയില്ല. ഐ എം റിയലി ഹെൽപ്ലെസ്. പലരും പറയുന്നുണ്ട് പരസ്പരം ചെളിവാരി എറിയരുത്, നിങ്ങൾ കുറ്റം പറയരുത്, സോൾവ് ചെയ്യണേ. ഞാനൊരു കാര്യം പറയാം, എനിക്കെല്ലാം സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ട്രസ്റ്റിൽ നിന്ന് ഇവർ കൊണ്ടുപോയ എല്ലാ സമ്പത്തും തിരിച്ച് പൊതുജനത്തിന്റെ കയ്യിലെത്തണം. പറ്റിയേ പറ്റും. ആ ബിൽഡിംഗ് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് 10-15 വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കണം. കാര്യം അത് നമ്മളുടെ ഏർപ്പാട്. അങ്ങനൊന്നും എൻ്റെ മക്കളെ ആസ്വദിക്കണം. ജിജിയുടെ കുടുംബക്കാരും ആസ്വദിക്കും. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.